ഇന്ന് LDF സർക്കാർ 4 വർഷം തികയുന്ന ദിവസമാണ്. 2016 സർക്കാരിന്റെ തുടർച്ചയാണ് 2021 ജനങ്ങൾ LDF സർക്കാരിന് തുടർ ഭരണം സമ്മാനിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ ഞാൻ ചെല്ലുമ്പോൾ മൈക്കിന് പ്രശ്നമില്ല. വികസനത്തിൻ്റെയും സാമൂഹ്യ പുരോഗതിയുടെയും തുടരെയുള്ള 9 വർഷങ്ങളാണ് നാം പിന്നിട്ടിരിക്കുന്നത്. സമഗ്രവും സർവതല സ്പർശിയുമായ വികസനത്തിൻ്റെയും സമത്വവും സാഹോദര്യവും അന്വർത്ഥമാക്കുന്ന സാമൂഹ്യ പുരോഗതിയുടെയും സന്ദേശമാണ് ഈ സന്ദർഭത്തിൽ ലോകത്തിനു മുന്നിൽ കേരളം ഉയർത്തിപ്പിടിക്കുന്നത്. നവകേരളം എന്ന സ്വപ്നത്തിലേക്ക് കുറച്ച് ചുവടുവെപ്പുകളോടെയാണ്. നവകേരളം എന്നത് അവ്യക്തമായതോ അതിശയോക്തിപരമായതോ ആയ ഒരു സങ്കല്പമല്ല. കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള സുവ്യക്തമായ കാഴ്ചപ്പാടാണ്. സാമ്പത്തിക വികസനവും സാമൂഹ്യ പുരോഗതിയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, സമത്വവും നീതിയും മാനവികതയും പുലരുന്ന ഇടമാണ് നവകേരളം. അതിലേക്ക് കേരളത്തെ നയിക്കുന്ന നയമാണ് LDF സർക്കാർ നടപ്പാക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ ആ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിലെ പുരോഗതി എല്ലാ വാർഷിക വേളകളിലും പൊതുസമൂഹത്തിനു മുന്നിൽ സമർപ്പിക്കുന്നുവെന്നതാണ് ഈ സർക്കാരിൻ്റെ ഒരു സവിശേഷത. അത് ഈ വർഷവും തുടരുകയാണ്. വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന വാർഷികാഘോഷ സമാപന റാലിയുണ്ട്. ആ റാലിയിൽ ഈ വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്യും. കോവിഡ് മഹാമാരിയുടെ തുടർച്ചയായി ആഗോളതലത്തിൽ ആരോഗ്യ, സാമ്പത്തിക, തൊഴിൽ മേഖലകളിൽ ഉൾപ്പെടെ വലിയ തകർച്ച നേരിടേണ്ടി വന്നു. അതിനെ അതിജീവിച്ചുകൊണ്ടാണ് 2021 ശേഷം കേരളം മുന്നോട്ട് നീങ്ങുന്നത്. ഇതിനു പുറമെയാണ് സാമ്പത്തിക രംഗത്ത് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകൾ. അർഹമായ പലതും തടഞ്ഞു വെച്ച് സംസ്ഥാനത്തെ ഞെരുക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത്. സമരം ചെയ്തും നിയമപോരാട്ടം നടത്തിയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ നാം നിർബന്ധിതമായിരിക്കുക. സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ച ഇച്ഛാശക്തിയുടെ സമൂഹമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധികളെയും നാം മറികടന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ നേട്ടങ്ങളാകെ എണ്ണിപ്പറയാൻ ഈ സന്ദർഭം എടുക്കുന്നില്ല. മാറ്റങ്ങൾ പ്രകടമാണ്. അത് ഈ നാട്ടിലെ ജനങ്ങൾ സ്വജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ മാസം
21 മുതൽ സർക്കാരിൻ്റെ വാർഷികാഘോഷം നടക്കുകയാണ്. എല്ലാ ജില്ലകളിലും വലിയ ജനപങ്കാളിത്തമാണ് വാർഷിക പരിപാടികളിൽ ഉണ്ടാകുന്നത്. ജില്ലാതല പ്രഭാത യോഗങ്ങൾ, സർക്കാരിൻ്റെ മുൻഗണനാ പദ്ധതികളുടെ അവലോകനവുമൊക്കെ ഇതോടൊപ്പം നടക്കുന്നുണ്ട്. വ്യത്യസ്ത മേഖലകളിലുള്ളവരുടെ സംസ്ഥാനതല യോഗങ്ങളും തുടരുന്നു. എല്ലാറ്റിലും മികച്ച പങ്കാളിത്തം മാത്രമല്ല, പുതിയ കേരളം എങ്ങനെയാകണം എന്നതിനെക്കുറിച്ച് ക്രിയാത്മകമായ ചർച്ചകളും അഭിപ്രായങ്ങളും ഉയരുന്നു. സർവ മേഖലകളിൽ നിന്നും സർക്കാരിന് ലഭിക്കുന്ന പിന്തുണയാണ് ഈ പരിപാടികളിലാകെ ദൃശ്യമാകുന്നത്.